ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായ മാർഗദർശി മണ്ഡലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർമ്മ സന്ദേശയാത്ര ഇന്ന് അനന്തപുരിയുടെ മണ്ണിൽ സമാപിക്കുകയാണ്. നമ്മളോടൊപ്പം മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി കൂടി ചേരുന്നുണ്ട്. സ്വാമിജി, ഹൈന്ദവ ആചാരങ്ങളും മൂല്യങ്ങളും ഇപ്പോൾ വലിയൊരു ഒഴിവാക്കൽ നേരിടുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. അതിൽ മഠത്തിൻ്റെ പങ്ക് എന്തെല്ലാമാണ്? അമ്മ വാസ്തവത്തിൽ ലോകം മുഴുവൻ തന്നെ നമ്മുടെ സംസ്കാരത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈന്ദവ ധർമ്മജാഗരണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമല്ല, അതൊരു ധർമ്മമാണ്. ധർമ്മം എന്താണെന്ന് ലോകത്തിന് അറിയില്ല. കാരണം ഭാരതത്തിന് പുറത്ത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് മതത്തിനുപരിയായിട്ട് എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്നൊരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ബോധം ജനങ്ങൾക്ക് കൊടുക്കണം. കാരണം ധർമ്മം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല, എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നറിയില്ല. അപ്പോൾ അത് ഈ യാത്രയിൽ കൂടി അത് കൊടുക്കാൻ ഒരു പരിധിവരെയെങ്കിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ മഠത്തിന് ആദ്യന്തം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും മഠത്തിൻ്റെ പങ്ക് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഒപ്പം തന്നെ മഠം എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ മൂല്യബോധം ജനങ്ങൾക്ക് വളർത്താൻ അമ്മയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ സന്യാസിമാരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് നടത്തുന്ന ഈ ഒരു യാത്രയിൽ മഠം കൂടി പങ്കുചേരുന്നെന്ന് മാത്രം. മോശം. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ യുവാക്കളിൽ കൂടി വരുന്നൊരു സാഹചര്യമാണ്. നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലൂടെ എങ്ങനെയാണ് ഈ ഒരു മൂല്യ തകർച്ചയിൽ നിന്നും യുവാക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക? ഞാൻ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ സംസാരിച്ചൊരു വിഷയം പഞ്ചയജ്ഞങ്ങളെ പറ്റിയിട്ടായിരുന്നു. അതിലാദ്യം പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ നീ ആരാന്ന് നീ അറിയുക, തന്നെത്താൻ അറിയുക. നമ്മൾ ഓരോരുത്തരും തനതായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരും, നമ്മളെപ്പോൾ വേറൊരു സൃഷ്ടി ലോകത്തിലില്ല. അപ്പം നമ്മളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ജീവിത ദൗത്യങ്ങളുണ്ട്, ചില ജീവിത നിയോഗങ്ങളുണ്ട്. അത് കണ്ടെത്തി ആ വഴിക്കൊരു മനുഷ്യൻ നീങ്ങുകയാണെങ്കിൽ ആ മനുഷ്യന് ജീവിതം മുഴുവൻ പ്രവർത്തന നിരതമായിരിക്കും. മറ്റൊന്നിനും അയാൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ദിവസം 24 മണിക്കൂറോളം പ്രയത്നിക്കുന്നു. അതിന് ക്ഷീണവും തളർച്ച അറിയുന്നില്ല. അമ്മ എത്ര മണിക്കൂർ ദർശനം കൊടുക്കുന്നു, അമ്മയ്ക്ക് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നില്ല. കാരണം ഓരോ ദർശനം കഴിയുമ്പോഴും അമ്മ കൂടുതൽ ഉത്സാഹവതിയായിട്ട് വരികയാണ്. കാരണം തൻ്റെ വഴി എന്താണെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തി ആ വഴിക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ആ വ്യക്തിക്കും സന്തോഷവും സംതൃപ്തി ഉണ്ടാകും, ആ വ്യക്തിയെ കൊണ്ട് സമൂഹത്തിന് ഏറ്റവും പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സന്ദേശം നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഓരോ കുട്ടിയും കുട്ടിക്കാലം തൊട്ട് തന്നെ ചിന്തിച്ച് തുടങ്ങുകയാണ്. തൻ്റെ വഴി എന്താണെന്ന് കണ്ടെത്തി ആ വഴിക്ക് പോവുകയാണെങ്കിൽ സമൂഹത്തിന് ആ വ്യക്തിയെ കൊണ്ട് പരമാവധി പ്രയോജനമുണ്ട്. ആ വ്യക്തി മറ്റേ ലഹരിക്കൊന്നും സമയം ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സംഗീതജ്ഞനോ ഏത് മേഖലയിലും ആയിക്കോട്ടെ, ആ മേഖലയിൽ അത്യന്തം ഇപ്പം നല്ലൊരു ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനക്കാർ തന്നെ മോഡിയുടെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു. മോഡിയുടെ അമ്മയുടെ കാര്യം എടുത്ത് നോക്കുക. അവരൊരു പ്രായമായ സ്ത്രീയായ 90-99 വയസ്സിലാണ് അവർ മരിക്കുന്നത്. പക്ഷേ മരിക്കുന്ന സമയത്ത് പോലും അവർക്ക് തൻ്റെ ഒരു ജീവിതചര്യയ്ക്കപ്പുറം പ്രധാനമന്ത്രിയുടെ അവിടെ പോയി താമസിക്കണമെന്നൊന്നും ആഗ്രഹങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ പരിമിതികൾക്കുള്ളിൽ അവർക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിച്ചിരുന്നു. കാരണം തൻ്റെ ജീവിത ദൗത്യം നല്ല സംസ്കാരമുള്ള മക്കളെ സൃഷ്ടിച്ച് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലവർ സംതൃപ്തിയായിരുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിത ദൗത്യമുണ്ട്. അത് കണ്ടെത്തി ആ വഴിക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഹരിയുടെ പിന്നാലെ പോകേണ്ടി വരില്ല. അത് ഈ യുവാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമായിരിക്കും എന്ന് വിചാരിക്കും. അത് തന്നെയാണ് പറയാനുള്ളത്. കേരള തനിമയിലേക്ക് എന്ന സന്ദേശം ഉയർത്തിയാണ് ഈ ധർമ്മ സന്ദേശയാത്ര ആരംഭിച്ചത്. അതാണ് ദിവസങ്ങൾക്കിപ്പുറം ഈ അനന്തപുരിയുടെ മണ്ണിൽ സമാപിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.